ഹായ് ഓൾ, വെൽക്കം ടു ഇന്ത്യ മജിസ്റ്റർ. 2022 പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള കഴിഞ്ഞ ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന സെഷനിലെ 10ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ 9 എപ്പിസോഡുകളായി നമ്മൾ വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ നിന്നും ധാരാളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ ആ ഒരു സെഷനിലെ 10ാമത്തെയും അവസാനത്തെ എപ്പിസോഡാണ്. ദിസ് വിൽ ബി ദ ലാസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു 9 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടു. 10ാമത്തെ എപ്പിസോഡിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ കാണുക. അതുപോലെ ഇന്ത്യ മജിസ്റ്ററിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാത്തവർ അതൊന്നും ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അടുത്ത 2023 പ്രിലിംസിന് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സുകൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റീഡ് ചെയ്യുകയും അതുപോലെ റൈറ്റപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും ജോഗ്രഫിയിൽ നിന്നും എൻവയോൺമെൻറ്റ് എക്കോളജിയിൽ നിന്നും ഒക്കെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2021 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. മറ്റുള്ള ആസ്പിറൻസിന് കൂടി നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 10ാമത്തെ എപ്പിസോഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് കടക്കാം. സോ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലെ 10th എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനത്തെ എപ്പിസോഡുമാണിത്. ഓക്കെ, സോ 2022 പ്രിലിംസിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ധാരാളം ടോപ്പിക്കുകൾ നമ്മൾ ഈ 9 എപ്പിസോഡുകളായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവസാനത്തെ എപ്പിസോഡിലെ ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് അബൌട്ട് എക്സ്പ്ലോറിംഗ് എൻവയോൺമെൻറ്റൽ DNA. ഇപ്പോൾ ന്യൂസിൽ വളരെ റീസെൻ്റായിട്ട് വന്ന ഒരു ടേമാണ് എൻവയോൺമെൻറ്റൽ DNA അഥവാ EDNA എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ DNA അഥവാ എൻവയോൺമെൻറ്റൽ DNA എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ബിക്കോസ് എൻവയോൺമെൻറ്റൽ DNA കുറിച്ച് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ ഇറ്റ് റെഫേഴ്സ് ടു DNA ദാറ്റ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഫ്രം എൻവയോൺമെൻറ്റൽ സാമ്പിൾസ്. സോ എൻവയോൺമെൻറ്റൽ സാമ്പിൾസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന DNA സാമ്പിൾസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, എൻവയോൺമെൻറ്റൽ DNA എന്ന് വിളിക്കാം. അത് ആ വാക്കിൽ തന്നെ നമുക്കത് മനസ്സിലാക്കും. ഫ്രം വാട്ടർ ഓർ ഫ്രം സോയിൽ ഓർ ഫ്രം ഫേസസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻവയോൺമെൻറ്റിൽ നിന്ന് തന്നെ വിത്തൗട്ട് ഫസ്റ്റ് ഐസൊലേറ്റിംഗ് എനി ടാർഗറ്റ് ഓർഗാനിസംസ്. അപ്പോൾ അങ്ങനെ എൻവയോൺമെൻറ്റിൽ നിന്നും നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് DNAs നമ്മൾ വിളിക്കുന്ന പേരാണ് EDNA. സോ ഇറ്റ് ഈസ് എ മൈറ്റോകോൺഡ്രിയൽ DNA or nuclear DNA released from an organism into the environment. അപ്പോൾ ഇതിന് നമുക്ക് മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് കൂടി വിളിക്കാം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മൈറ്റോകോൺഡ്രിയൽ DNA. ഓക്കെ, മൈറ്റോകോൺഡ്രിയൽ DNA ദാറ്റ് ക്യാൻ ബി റിലീസ്ഡ് ഫ്രം ആൻ ഓർഗാനിസം ഇൻ ടു ദ എൻവയോൺമെൻറ്റ്. ഒരു ഓർഗാനിസം എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൈറ്റോകോൺഡ്രിയൽ DNA എന്ന് വിളിക്കുക. ഓക്കെ, എവരി യൂക്കാരിയോട്ടിക് സെൽ യൂഷ്വലി ഹാസ് 2 copies ഓഫ് ന്യൂക്ലിയർ DNA. അപ്പോൾ നമ്മളൊരു യൂക്കാരിയോട്ടിക് സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഈ യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് 2 copies ഓഫ് ന്യൂക്ലിയർ DNA ഓർ മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ടാവും. ആൻഡ് 1000s copies ഓഫ് മൈറ്റോകോൺഡ്രിയൽ DNA. സോ ഈ മൈറ്റോകോൺഡ്രിയൽ DNAയും അതുപോലെ ന്യൂക്ലിയർ DNA 2 എണ്ണം ഉണ്ടാവും. മൈറ്റോകോൺഡ്രിയൽ DNA 1000s ഓഫ് മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ടാവും. ആൻഡ് നോക്കുക, ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്പർ ഓഫ് ദിസ് മൈറ്റോകോൺഡ്രിയൽ DNA കോപ്പീസ് അലോസ് ഒപ്റ്റിമൈസിങ് ദ ഡിറ്റക്ഷൻ ഓഫ് സ്പീഷീസ് ഫ്രം ആൻ എൻവയോൺമെൻറ്റൽ സാമ്പിൾ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ എൻവയോൺമെൻറ്റൽ DNA എന്തിനു ഉപയോഗിക്കാൻ സാധിക്കും, നമുക്ക് ഈ എൻവയോൺമെൻറ്റൽ DNA വെച്ച് ഇത് ഏത് ഓർഗാനിസം ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ട്രാക്കിംഗ് വിച്ച് ഓർഗാനിസം ദറ്റ് ഈസ് പ്രസൻറ്റ്. ഓക്കെ, ബിക്കോസ് ഇതിനകത്ത് വരുന്ന എൻവയോൺമെൻറ്റൽ DNAക്കകത്ത് വരുന്ന ഈ DNA വിച്ച് ഇസ് കൺസിസ്റ്റ് ഓഫ് 2 nuclear DNA and thousands of മൈറ്റോകോൺഡ്രിയൽ DNA. അതിനകത്ത് 1000s ഓഫ് മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ സഹായം മൈറ്റോകോൺഡ്രിയൽ DNAയും ന്യൂക്ലിയർ DNA എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ഡിറ്റക്ഷൻ ഓഫ് സ്പീഷീസ് നമുക്ക് എന്തിനു സഹായിക്കുന്നു, ഇതിനകത്ത് വരുന്ന നമ്പർ ഓഫ് മൈറ്റോകോൺഡ്രിയൽ DNAs വിച്ച് ഹെൽപ്പ് ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ് സ്പീഷീസിൻ്റെ ഡിറ്റക്ഷന് ഇത് എന്ത് ചെയ്യുന്നു, വളരെ സഹായകമാണ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക, ഡിറ്റക്ഷൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറയുന്ന DNA അഥവാ ഈ DNAയുടെ യൂസസ് എന്തൊക്കെയാണ്. സോ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഈ DNA? സോ ഫസ്റ്റ് ഈസ് ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് അനിമൽ. ഒന്നാമത്തെ എന്താണ്, ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് അനിമൽസിനെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു, ഹെൽപ്പ് ഇൻ ട്രാക്കിംഗ് അനിമൽ. സെക്കൻഡ്, പോപ്പുലേഷൻ സെൻസസ്. ഇപ്പോൾ നമ്മൾ ടൈഗർ സെൻസസ് എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ആ പോപ്പുലേഷൻ സെൻസസിനെ സഹായിക്കുന്നു, പോപ്പുലേഷൻ സെൻസസ്.
ഓക്കെ. ഹെൽപ്ഫുൾ ഫോർ ടെറസ്ട്രിയൽ അനിമൽസ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ DNA ഉപയോഗിക്കാൻ കഴിയുന്ന ടെറസ്ട്രിയൽ അനിമൽസിൻ്റെ ട്രാക്കിങ്ങിനാണ് കേട്ടോ, ടെറസ്ട്രിയൽ അനിമൽസ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മോസ്റ്റ്ലി ടെറസ്ട്രിയൽ അനിമൽസിനാണ് യൂസ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. DNA is mostly used for tracking terrestrial animals. ഓക്കെ. സോ ഇതിനകത്ത് തന്നെ ഓർത്തു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റീകോംബിനന്റ് DNA ടെക്നോളജി. സോ എന്താണ് റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഈ റീകോംബിനന്റ് DNA ടെക്നോളജി. സോ ജോയിനിങ് ടുഗദർ DNA മോളിക്യൂൾസ് ഓഫ് ടു ഡിഫറെൻറ്റ് സ്പീഷീസ്. നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് ഉള്ള ടു ഡിഫറെൻറ്റ് സ്പീഷീസിൻ്റെ എന്ത് ചെയ്യുക, DNA മോളിക്യൂൾസ് ജോയിൻ ചെയ്യാം. DNA മോളിക്യൂൾസ് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന് വിളിക്കാം. ഇറ്റ് വാസ് ഡൺ ത്രൂ ജീൻ എഡിറ്റിംഗ്. എന്തിൻ്റെ സഹായത്തോടുകൂടിയാണ് ചെയ്യുന്നത്? ജീൻ എഡിറ്റിങ്ങിൻ്റെ സഹായത്തോടുകൂടിയാണ്. ഓക്കെ. സോ റീകോംബിനന്റ് DNA ടെക്നോളജി സയൻസ് ആൻഡ് ടെക് പോർഷൻ ആണ്. റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത് എന്താണ്? ടു ഡിഫറെൻറ്റ് സ്പീഷീസുള്ള DNA മോളിക്യൂൾസ് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇറ്റ് ഈസ് ഡൺ ത്രൂ ജീൻ എഡിറ്റിംഗ്. ഇത് എന്തിൻ്റെ സഹായത്തോടെ ചെയ്യാൻ? ജീൻ എഡിറ്റിംഗ്. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് CRISPR combo. It is a technology which is we used in gene editing or genome editing അഥവാ ജീൻ എഡിറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് CRISPR combo എന്ന് പറയാം. അപ്പോൾ എന്താണ്? It is a type of genetic engineering. Okay, genetic engineering ഒരു ടൈപ്പാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ച് UPSC ധാരാളം ചോദ്യങ്ങൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. Okay, DNA is inserted, detected, modified or replaced in genome living organisms. So എന്തൊക്കെ ചെയ്യാം? നമുക്ക് ജീനെ ഇൻസേർട്ട് ചെയ്യാം, ഓർ ഡിലീറ്റ് ചെയ്യാം, ഓർ മോഡിഫൈ ചെയ്യാം, ഓർ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ വരുന്ന ജീൻ എഡിറ്റിംഗ് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ജീൻ ക്യാൻ ബി ഇൻസേർട്ടഡ്, ഓർ ജീൻ ക്യാൻ ബി ഡിലീറ്റഡ്, ഓർ ജീൻ ക്യാൻ ബി മോഡിഫൈഡ്, ഓർ ക്യാൻ ബി റീപ്ലേസ്ഡ്. ഓക്കെ. സോ ദർ ആർ സോ മെനി ജീൻ എഡിറ്റിംഗ് ടെക്നിക്സ് വിച്ച് ആർ പ്രസന്റ് ഹിയർ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ജീൻ എഡിറ്റിംഗ് ടെക്നിക്കുകൾ അവൈലബിൾ ആണ്. ജീൻ എഡിറ്റിംഗ് ടെക്നിക്സ്. അപ്പോൾ UPSC എന്ത് ചെയ്യാം? ഈ ജീൻ എഡിറ്റിംഗ് ടെക്നിക്സുകൾ താഴെ പറയുന്ന ഇപ്പോൾ വിച്ച് ഓഫ് ദ ബിലോ consist of the various gene editing techniques. Gene editing techniques ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ജീൻ എഡിറ്റിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നോക്കാം. ഒന്നാമത്തത് മെഗാ ന്യൂക്ലിയസ് ടെക്നോളജി. ഓക്കെ, മെഗാ ന്യൂക്ലിയസ് ടെക്നോളജി. രണ്ട്, സിങ്ക് ഫിംഗർ ന്യൂക്ലിയസ്. മൂന്ന്, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റർ ലൈക്ക് എഫക്റ്റർ ന്യൂക്ലിയസ്. ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റർ ലൈക്ക് എഫക്റ്റർ ന്യൂക്ലിയസ്. ഫോർത്ത് വൺ ആണ് CRISPR combo or CRISPR-Cas9. മറ്റൊരു പേര് CRISPR-Cas9 എന്നാണ്. അതുപോലെ ജമ്പിങ് ജീൻ എഡിറ്റിംഗ്. അടുത്തൊരു പ്രോസസ്സാണ് ജമ്പിങ് ജീൻ എഡിറ്റിംഗ് ടൂൾ. ഓക്കെ, അഞ്ചാമത്തെ ജമ്പിങ് ജീൻ എഡിറ്റിംഗ് ടൂളാണ്. സോ ഇപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീൻ എഡിറ്റിംഗ് ടെക്നിക്സുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മെഗാ ന്യൂക്ലിയസ് ടെക്നോളജി, സിംഗിൾ ഫിംഗർ ന്യൂക്ലിയസ്, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റർ ലൈക്ക് എഫക്റ്റർ ന്യൂക്ലിയസ്, CRISPR-Cas9 is the fourth one, and fifth one was jumping gene editing tool. Okay, so the government of India made a convalescent plasma therapy. Okay, convalescent plasma therapy in to COVID treatment protocol. So COVID treatment protocol drops ചെയ്തു. ഇത് റീസെന്റ് ന്യൂസ് ആണ്, വളരെ റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്, 2021. സോ ഹിയർ എന്താണ് ഈ പ്ലാസ്മ തെറാപ്പി ഓർ കോൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി? എൻ്റെ മറ്റൊരു പേര് കോൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി എന്നാണ് എൻ്റെ മുഴുവൻ പേര്. കോൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കോൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി. So it is seeks to make use of antibodies developed in the recovered patient against the coronavirus. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റിക്കവേർഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടാവും അല്ലേ? സോ ദിസ് റിക്കവേർഡ് പേഷ്യൻ്റ്, ഈ റിക്കവേർഡ് പേഷ്യൻറ്റിൻ്റെ ആൻറ്റിബോഡി എന്തിനുപയോഗിക്കുക? നമ്മൾ കൊറോണ വൈറസിനെതിരെ ഉപയോഗിക്കുക. ഓക്കെ, സോ ഒരു ആൻറ്റിബോഡി ഓഫ് ദ റിക്കവേർഡ് പേഷ്യൻറ്റ്. ഓക്കെ, ആൻറ്റിബോഡി ഓഫ് ദ റിക്കവേർഡ് പേഷ്യൻറ്റ് വാസ് യൂസ് ടു അഗൈൻസ്റ്റ് ദ കൊറോണ വൈറസ്.
whole blood or plasma from such people is taken and plasma is then injected critically to ill patient. അതായത് റിക്കവേർഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ നിന്നും ബ്ലഡിലെ പ്ലാസ്മ എടുക്കുന്നു. പ്ലാസ്മ എടുത്തതിന് ശേഷം പിന്നീട് അത് ഇൽ പേഷ്യൻസ്, ഇപ്പോൾ രോഗമുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുന്നു, ഇൻജെക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആൻറ്റിബോഡി പ്രവർത്തിക്കുകയും അത് ട്രാൻസ്ഫോം. സോ ആൻറ്റിബോഡീസ് ആർ ട്രാൻസ്ഫോർഡ് ആൻഡ് ബൂസ്റ്റ് ദർ ഫൈറ്റ് അഗൈൻസ്റ്റ് വൈറസ്. It is based on the concept of passive immunity. Okay, active immunity അല്ല, ഇവിടെ എന്താ ഉപയോഗിക്കുന്നത്, passive immunity of the body is used. Passive immunity is used. Okay, അപ്പോൾ ഇതാണ് കോൺവാലസെൻ്റ് പ്ലാസ്മ തെറാപ്പി. അതായത് ഒരു റിക്കവേർഡ് പേഷ്യൻ്റ് ഉണ്ടാവും കൊറോണ വൈറസിൽ നിന്നും. ആ റിക്കവേർഡ് പേഷ്യൻറ്റിൻ്റെ ആൻറ്റിബോഡി എടുക്കുന്നു. മീൻസ് ആ റിക്കവേർഡ് പേഷ്യൻ്റെ പ്ലാസ്മ ഓർ ബ്ലഡ് എടുത്തിട്ട് അത് ആ പ്ലാസ്മ അത് മോഡിഫൈ ചെയ്തതിന് ശേഷം ഇൽ പേഷ്യൻസിന് ഇൻജെക്ട് ചെയ്യുന്നു. അതുവഴി പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നു. വി ക്യാൻ ഫൈറ്റ് എഗനസ്റ്റ് ദാറ്റ്. ഇതുവഴി എന്ത് ചെയ്യാം, ഫൈറ്റ് എഗനസ്റ്റ് കോവിഡ് അല്ലേ, ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, സോ അതാണ് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഫൈറ്റ് എഗനസ്റ്റ് കോവിഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മൂവിങ് ഓൺ ടു ദ വാഡ. സോ വാട്ട് ഈസ് വാഡ? വാഡ മീൻസ് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി. വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി that we are moving on to Olympics. ഓക്കെ, ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി നമുക്കറിയാം, ടോക്കിയോ ഒളിമ്പിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലേ. സോ വാഡ, വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി. സോ ദ വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി ഹാസ് അപ്രൂവ്ഡ് എ ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് ടെസ്റ്റിംഗ്. സോ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് ടെസ്റ്റിംഗ് മെയിൻലി ഫോർ ദ ഒളിമ്പിക്സ് ഓഫ് ടോക്കിയോ ഒളിമ്പിക്സ് അല്ലേ. ഇപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് ടെസ്റ്റിങ് ആര് നടത്തി, വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി നടത്തി. ഇപ്പോൾ വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി എന്താണ് ചെയ്തത്, സോ നോക്കാം. Dried blood spots is an innovative method of screening for banned substances. Few drops of blood is taken and put a kind of blotting paper. ഒരു ഡ്രൈ മെട്രിക്സിലുള്ള അല്ലെങ്കിൽ ഒരു ഡ്രൈ മെട്രിക്സിലുള്ള അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിനകത്ത് ബ്ലഡ് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. ഒരു ബ്ലോട്ടിംഗ് ആയിട്ടുള്ള പേപ്പറിനകത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വഴി ഇവർ വല്ല ഉത്തേജകപരമായിട്ടുള്ള മരുന്നോ അല്ലെങ്കിൽ സം ടൈപ്പ് ഓഫ് ബാൻഡ് സബ്സ്റ്റൻസസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഈ ഒളിമ്പിക്സിലൊക്കെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ, റഷ്യക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള സ്കാം ഇഷ്യൂസൊക്കെ നിലനിൽക്കുന്ന സമയമാണ്. സോ ദ സാമ്പിൾ ഈസ് അനലൈസ്ഡ് using an appropriate solvent which extracts the biological materials that is required for the test. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ബയോളജിക്കൽ മെറ്റീരിയൽസ് ആൻഡ് കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ഉത്തേജക മരുന്നുകളോ അങ്ങനെ വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടോ നമുക്ക് ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ പരീക്ഷയ്ക്ക് എക്സാമിന് ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്രൈഡ് ബ്ലഡ് സ്പോട്ട് കൊണ്ടുവന്നത് വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസിയാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ബാൻഡ് സബ്സ്റ്റൻസസ് ഉപയോഗിക്കുന്നുണ്ടോ, ബാൻഡ് സബ്സ്റ്റൻസസ് ഉപയോഗിച്ചിട്ടുണ്ടോ, സച്ച് ടൈപ്പ് ഓഫ് എനി immune or such type of any banned energy materials ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി തുടങ്ങിയ ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് ഈ വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി എന്ന് കൂടി നമ്മൾ ഒന്ന് ഓർത്തു വെക്കാം. വാട്ട് ഈസ് വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി? So it is a international, it was made by വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി എന്ന് പറയുന്നത് ആരുടെ ഒരു ഹെഡിൽ വരുന്നതാണ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഓക്കെ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിലാണ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിലാണ് വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി വരുന്നത്, വേൾഡ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഓക്കെ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ്. ആൻഡ് നോക്കാം, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ആൻഡ് ബേസ്ഡ് ഇൻ കാനഡ. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, കാനഡ, ബേസ്ഡ് ഇൻ കാനഡ. ഫോർ പ്രൊമോട്ടിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ദ ഫൈറ്റ് എഗൻസ്റ്റ് ഡ്രഗ്സ് ഇൻ സ്പോർട്ട്. ഓക്കെ, ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ, ഫൈറ്റ് എഗൻസ്റ്റ് ഡ്രഗ്സ് ഇൻ സ്പോർട്സ്, ഫൈറ്റ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് യൂസ് ഇൻ സ്പോർട്സിൽ ഡ്രഗ്സ് യൂസിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഓക്കെ, ഇവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ കീ ആക്ടിവിറ്റീസ് ഓഫ് വേൾഡ് ആൻറ്റി-ഡോപ്പിംഗ് ഏജൻസി. ഓക്കെ, കീ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് സയൻറ്റിഫിക് റിസർച്ച് ആണ്. അപ്പോൾ ഇങ്ങനെ പുതിയ തരത്തിലുള്ള ടെസ്റ്റുകൾ, നമ്മളിപ്പോൾ പറഞ്ഞ ഡ്രൈഡ് ബ്ലഡ് സ്പോട്ടിംഗ് ഒക്കെ പോലുള്ള ടെസ്റ്റുകൾ നടത്തുക, അതാണ് സയൻറ്റിഫിക് റിസർച്ച് ഇൻ സച്ച് ടൈപ്പ് ഓഫ് ഏരിയാസ്, സയൻറ്റിഫിക് റിസർച്ച്. രണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ആൻറ്റി-ഡോപ്പിംഗ് കപ്പാസിറ്റീസ്. ഇപ്പോൾ ആൻറ്റി-ഡോപ്പിംഗ് കപ്പാസിറ്റീസ് ഡെവലപ്പ് ചെയ്യുക, ഡെവലപ്മെൻറ്റ് ഓഫ് ആൻറ്റി-ഡോപ്പിംഗ്
കപ്പാസിറ്റീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് മോണിറ്ററിങ് ഓഫ് ദ വേൾഡ് ഓഫ് ആൻറ്റി ഡോപ്പിംഗ് കോഡ്. അപ്പോൾ അങ്ങനെ ഒരു വേൾഡ് ഒരു ആൻറ്റി ഡോപ്പിംഗ് കോഡ് ഉണ്ടാക്കുക, അങ്ങനെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡ്രഗ് യൂസ് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒളിമ്പിക് ഗെയിംസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പോവാം. ഒളിമ്പിക് ഗെയിംസ് ഇപ്പോൾ ഒറിജിനേറ്റ് ചെയ്ത് നമുക്ക് അറിയാം, ഗ്രീസിലാണ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലേ. ഗ്രീസിലാണ് ഒരു ഇൻട്രൻസിക് പാർട്ട് ഓഫ് റിലീജിയസ് ഫെസ്റ്റിവൽ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ദേ വർ ഹെൽഡ് ഇൻ ഹോണർ ഓഫ് സിയൂസ് മീൻസ് ഗ്രീക്കുകാരുടെ സ്കൈ ഗോഡാണ്. ഗ്രീക്സ് ഹോണർ ഓഫ് സിയൂസിൻ്റെ ഹോണറിൽ തുടങ്ങി. ബട്ട് മോഡേൺ ഒളിമ്പിക്സ്, ഓക്കെ, മോഡേൺ ഒളിമ്പിക്സ് തുടങ്ങിയത് എന്നാ? മോഡേൺ ഒളിമ്പിക്സ് തുടങ്ങുന്നത് 19th സെഞ്ച്വറിയിലാണ്. ഓക്കെ, മോഡേൺ ഒളിമ്പിക്സ് തുടങ്ങുന്നത് 19th സെഞ്ച്വറിയിൽ 1896 ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഗ്രീസിലെ ഏതൻസിൽ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ വിൻ്റർ ഒളിമ്പിക്സ് ഒരു സംഗതിയുണ്ട്. ഓക്കെ, വിൻ്റർ ഒളിമ്പിക്സ് 2022 24th വിൻ്റർ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ചൈനയിലെ ബെയ്ജിങ്ങിലാണ്. ആദ്യമായിട്ട് വിൻ്റർ ഒളിമ്പിക്സ് നടന്നത് എവിടെയാണ്? 1924 ഫ്രാൻസിലെ ചാംമോണിക്സ് എന്ന സ്ഥലത്താണ്. ചാംമോണിക്സ്, ഫ്രാൻസ്. ഓക്കെ, സോ ഇപ്പോൾ 24th ബെയ്ജിങ്ങിലാണ് നടക്കുന്നത്. ഓക്കെ, 2022. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് അബൌട്ട് റഷ്യാസ് ന്യൂ ടൈപ്പ് ഓഫ് satellite system. So Russia's satellite system was recently in news related to the issues between Ukraine and Russia. So there is a system called Tundra satellite system. What is Tundra satellite system? Tundra satellite system, it was a early warning technology by Russia. So റഷ്യയുടെ ഒരു early warning technology ആണ് Tundra satellite system. Early warning technology. It is a constellation of satellites. So group of satellites ആണ് ബൈ റഷ്യയുടെ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റുകളെയാണ് നമ്മൾ തുന്ദ്ര സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് വിളിക്കുക. കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സ് ആണ്. ഓക്കെ, സാറ്റലൈറ്റ്സ് ആണ്. സോ അത് റീസെന്റ് ന്യൂസ് വന്ന് ജസ്റ്റ് ഓർത്ത് നോക്കുക. എന്താണ് ഈ തുന്ദ്ര സാറ്റലൈറ്റ് സിസ്റ്റം? റഷ്യയുടെ എയർലി വാർണിംഗ് ആൻഡ് റഷ്യയുടെ കോൺസ്റ്റലേഷൻ ഓഫ് സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ തുന്ദ്ര സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് വിളിക്കുക. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വി ഹാവ് ടു നോ അബൌട്ട് സം things about India. So New Delhi Akash Prime, we have to know about the missiles, technologies, airborne systems of India. Airborne early warning and control system ആർക്കും ഉണ്ട്? ഇന്ത്യക്ക് ഉണ്ട്. എയർബോൺ early warning system ആർക്കും ഉണ്ട്? ഇന്ത്യക്ക് ഉണ്ട്. സോ ഇന്ത്യയുടെ എയർബോൺ വാർണിംഗ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ DRDO, Defense Research and Developmental Organization ആണ്. ഓക്കെ, സോ 6 new to be developed. We can see that ഇന്ത്യയുടെ എയർബോൺ സിസ്റ്റത്തെ അറിയപ്പെടുന്ന പേര് ഐ ഇൻ ദ സ്കൈ എന്നാണ്. ഐ ഇൻ ദ സ്കൈ ആൻഡ് ഇറ്റ് ഈസ് ആൾസോ പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എയർബോൺ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ചില രാജ്യങ്ങളുടെ റീസെൻ്റ്ലി ന്യൂസിൽ വന്ന എയർബോൺ എയർലി വാർണിംഗ് സിസ്റ്റത്തെ കുറിച്ച് UPSC ചോദിക്കാം. അപ്പോൾ there is a thing called ഫാൽക്കൺ. സോ ഫാൽക്കൺ എയർബോൺ സിസ്റ്റം ഉള്ളത് ഇസ്രായേലിലാണ്. ഓക്കെ, ഫാൽക്കൺ ഇസ്രായേലിലാണ്. ഓക്കെ, അനദർ കാൾഡ് പെട്രോയിൽ. ഓക്കെ, പെട്രോയിൽ ഡിഫൻസ് സിസ്റ്റം US-നാണ്. US ആൻഡ് അലൈസ്, US-ഉം USA-യുടെ കൂട്ടാളികൾക്കും ഉള്ളതാണ് പെട്രോയിൽ. ഓക്കെ, ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യയിലെ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയിലെ ആൻറ്റി ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഉണ്ട്. ഇന്ത്യയുടെ ആൻറ്റി ബലിസ്റ്റിക്കിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻറ്റി ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്, ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്. അപ്പം അതിനകത്ത് വരുന്നത് 2 പ്രധാനപ്പെട്ട സംഗതികളാണ്. ഒന്ന് അശ്വിൻ. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? അശ്വിനാണ്. സോ അശ്വിൻ, രണ്ടാമത് പൃഥ്വിയാണ്. Ashwin and Prithvi are the 2 major anti-ballistic missile defense of India. Okay, it includes Ashwin and Prithvi. Ashwin means attack missile under 15 to 30 kilometer endosphere. 15 to 30 kilometer endosphere ആണ്. Prithvi means 50 to 80 kilometer ആണ്. 50 to 80 kilometer exosphere ആണ്, പുറത്തേക്ക് exosphere ആണ്. ഓക്കെ, അപ്പോൾ ആൻറ്റി ബലിസ്റ്റിക്, ഇന്ത്യയുടെ 2 ആൻറ്റി ബലിസ്റ്റിക് മിസൈൽ ഡിഫൻസുകളാണ് അശ്വിൻ ആൻഡ് പൃഥ്വി. ഓക്കെ, നോക്കാം. ബാലിസ്റ്റിക് മിസൈൽസും ക്രൂസ് മിസൈൽസും 2 തരത്തിലുള്ള മിസൈൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ബാലിസ്റ്റിക് മിസൈൽസ് എന്താണ്, അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ഓർത്ത് വെക്കണം. ബാലിസ്റ്റിക് മിസൈൽസ് ദേ ഷുഡ് ബി ട്രജക്ടറി ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണ് ബാലിസ്റ്റിക് മിസൈൽസിനുള്ളത്. ട്രജക്ടറി ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണുള്ളത്. മീൻസ് ലൈക്ക് ദിസ്. ട്രജക്ടറി ഒരു ഇനിഷ്യൽ പുഷ് വഴിയാണത്
പ്രവർത്തിക്കുന്നത്. ഓക്കെ, സോ എഫക്ട്സ് ഓഫ് ഗ്രാവിറ്റി നമുക്ക് കാണാം എയർ റെസിസ്റ്റൻസ് ആൻഡ് മോഷൻ ഓഫ് എർത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ or the ballistic missile trajectory was depend upon the initial velocity. Initial velocity affect ചെയ്യുന്നുണ്ട് അതിൻ്റെ. അതുപോലെ എഫക്ട്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ആൾസോ ഇൻഫ്ലുവൻസിങ്. അതുപോലെ എയർ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മോഷൻ ഓഫ് എർത്തിൻ്റെ മൂവ്മെൻറ്റും എർത്ത്. അപ്പോൾ ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് ആദ്യം നിൽക്കുന്നത് ബാലിസ്റ്റിക് മിസൈൽസ് നിൽക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ദിസ് a type of trajectory movement. So the ballistic missiles are influenced by initial velocity, gravity, air resistance and motion of the earth. Okay, ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മിസൈൽ ആണ് ഇത് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത്. Okay, next is Agni-P. There is another thing we have to know about India was Agni-P. Agni-P യെ കുറിച്ച് അറിഞ്ഞിരിക്കുക. Agni-P or Agni-Prime. Agni-P or Agni-Prime. So Agni-Prime is a nuclear missile. Okay, nuclear missile. Agni-Prime is a nuclear missile and it is range from 1000 to 2000 kilometer. 1000 മുതൽ 2000 kilometer വരെ ഉണ്ട്. Consist of solid propellant missile ആണ്. Launch from everywhere. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, it is a solid propellant missile. Propellant missile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പുറത്തേക്ക് വിടാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് സോളിഡ് പ്രൊപ്പലന്റ് മിസൈൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഹൈ ആക്യുറസി വളരെ കൂടുതലുള്ള ഒരു മിസൈലാണ് ഇത് ഇന്ത്യയുടെ അഗ്നി-P എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്ത് നോക്കാം. നെക്സ്റ്റ് നോക്കാം, നമ്മൾ 34 years of പൃഥ്വി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ വി ഹാവ് ടു നോ അബൌട്ട് സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ദ മിസൈൽ ഡെവലപ്മെന്റ്. 34 വർഷമായി പൃഥ്വി വന്നിട്ട്. അപ്പോൾ ഈ മിസൈൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ മിസൈൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. മിസൈൽ ഡെവലപ്മെൻറ്റ്, there is a program called Integrated Guided Missile Development Program, IGMDP, Integrated Guided Missile Development Program, Integrated Guided Missile Development Program. So it was started or conceived by Dr. APJ Abdul Kalam Shah. അപ്പോൾ അബ്ദുൽ കലാം സാറ് തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. ഓക്കെ, അബ്ദുൽ കലാം ഷാ ആൻഡ് ടു എനേബിൾ സെൽഫ് സഫിഷ്യൻസി ഇൻ ദ ഫീൽഡ് ഓഫ് മിസൈൽ ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഇന്ത്യ മിസൈൽ ടെക്നോളജിയിൽ എന്തുണ്ടാക്കുക, ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറുക. ഓക്കെ, സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറുക. ആൻഡ് ഇതിൻ്റെ പേരിൽ നോക്കാം, 3 missiles ഡെവലപ്ഡ് അണ്ടർ ദിസ് സ്കീം. പ്രധാനമായിട്ടും 3 missiles ഉണ്ട്. അത് പിന്നീട് 5 മിസൈലായിട്ട് മാറി. നമുക്ക് അതിനെ ഇങ്ങനെ വിളിക്കാം, PATNA, പാട്ന. Okay, P means Prithvi, A means Agni, T means Trishul, N means Nag, A means Agash. അപ്പോൾ എന്താ പൃഥ്വി? പൃഥ്വി എന്ന് പറയുന്നത്, so what is Prithvi? Prithvi means a type of short range surface to surface ballistic missile. പൃഥ്വി means ഒരു ഷോർട്ട് റേഞ്ച് ആണ്, അതുപോലെ സർഫസ് ടു സർഫസ് ആണ്. ഓക്കെ, സർഫസ് ടു സർഫസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ ബാലിസ്റ്റിക് മിസൈൽ. അതെന്ത് മിസൈലാണ്? ബാലിസ്റ്റിക് മിസൈലാണ്. ഓക്കെ, ബാലിസ്റ്റിക് മിസൈലാണ്. ഓക്കെ, അപ്പോൾ പൃഥ്വി മീൻസ് സർഫസ് ടു സർഫസ് ആണ്, അത് ഷോർട്ട് റേഞ്ച് ആണ്, ബാലിസ്റ്റിക് മിസൈലാണ്. നെക്സ്റ്റ് അഗ്നി. അടുത്ത എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അഗ്നിയെ കുറിച്ചാണ് അല്ലേ. അഗ്നി ബാലിസ്റ്റിക് മിസൈൽസ് വിത്ത് ഡിഫറെൻറ്റ് റേഞ്ചസ് ആണ്. പല റേഞ്ചിലുള്ളതുണ്ട് അഗ്നി. ഇപ്പോൾ തന്നെ 1, 2, 3, 4, 5 5 ടൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും അഗ്നിയാണ് അല്ലേ. സോ ബാലിസ്റ്റിക് മിസൈൽസ് വിത്ത് ഡിഫറെൻറ്റ് റേഞ്ചസ് ആണ്, ഡിഫറെൻറ്റ് റേഞ്ചസ്. അടുത്ത തൃശ്ശൂലിലേക്ക് വരികയാണെങ്കിലോ, തൃശ്ശൂൽ ഷോർട്ട് റേഞ്ച് ലോ ലെവൽ സർഫസ് ടു എയർ മിസൈൽ. ഷോർട്ട് റേഞ്ച് ആണ്. ഓക്കെ, ഷോർട്ട് റേഞ്ച് ആണ്. ഓക്കെ, സർഫസ് ടു എയർ മിസൈലാണ്. സർഫസ് ടു എയർ മിസൈൽ, സർഫസ് ടു എയർ മിസൈലാണ്, സർഫസ് ടു എയർ മിസൈലാണ്. ഓക്കെ, സർഫസ് ടു എയർ മിസൈലാണ്. നാഗിലേക്ക് പോകാം നമുക്ക്. അടുത്തത് നാഗാണ് കേട്ടോ, നാഗാണ്. അടുത്തത് നാഗാണ്. ദാറ്റ് ഈസ് 3rd generation ആൻറ്റി ടാങ്ക് മിസൈലാണ്. 3rd generation ആൻറ്റി ടാങ്ക് മിസൈൽ, 3rd generation ആൻറ്റി ടാങ്ക് മിസൈലാണ്. 3rd generation ആൻറ്റി ടാങ്ക് മിസൈലാണ് നാഗ്, 3rd generation ആൻറ്റി ടാങ്ക് മിസൈൽ. നെക്സ്റ്റ് ഇസ് ആകാശ്. അടുത്ത മിസൈലിൻ്റെ പേര് ആകാശ് എന്നാണ്. നമ്മൾ പറഞ്ഞു പാട്നയിലെ ആകാശ്, അവസാനം. മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ്. എന്താണ്, എന്ത് റേഞ്ചാ? മീഡിയം റേഞ്ച്. ഓക്കെ, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ്. സർഫസ് ടു എയർ മിസൈൽ, സർഫസ് ടു എയർ മിസൈൽ. ഓക്കെ, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം?
ഈ പറയുന്ന പാട്ന ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് നോക്കുക. പാട്ന മീൻസ് പൃഥ്വിയുണ്ട്, അഗ്നിയുണ്ട്, തൃശ്ശൂലുണ്ട്, നാഗുണ്ട് ആൻഡ് ആകാശുണ്ട്. അപ്പോൾ ഇതെല്ലാം ബാലിസ്റ്റിക് മിസൈൽസ് ആണ്. ബാലിസ്റ്റിക് മിസൈൽസ് മെയ്ഡ് ബൈ ഇന്ത്യ. ബാലിസ്റ്റിക് മിസൈൽസ് മെയ്ഡ് ബൈ ഇന്ത്യ. മെയിൻലി ഓൺ ദ പ്രോഗ്രാം ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ആരാണ് അതിൻ്റെ കൺസീവർ? ആരാണ്? അവർ ഹെഡ് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം സാറാണ്. ഓക്കെ, അദ്ദേഹം കലാം സാറാണ് ഇതെന്ത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. കലാം സാർ സ്റ്റാർട്ടഡ് ദിസ്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഓർത്ത് വെക്കുക. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് അബൌട്ട് ക്രൂസ് മിസൈൽ. സോ വി ഹാഡ് സീ ബ്രഹ്മോസ് ഹിയർ. ഓക്കെ, ഇന്ത്യാസ് ബ്രഹ്മോസ്. സോ ബ്രഹ്മോസ് ഈസ് എ ക്രൂസ് മിസൈൽ. സോ ഞാൻ പറഞ്ഞു ബാലിസ്റ്റിക് മിസൈൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ബാലിസ്റ്റിക് മിസൈൽസ് ആർ മൂവിങ് ലൈക്ക് ദിസ്. Ballistic missiles are moving like this or like this type of a trajectory movement. But cruise missiles, when we are talking about the cruise missiles, okay, cruise missiles, it is moving like this, a linear type of thing we can see in cruise missiles. So cruise missiles inganeyana. Okay, they are self-propelled. Okay, they are self-propelled. Self-propelled ആണ്. Okay, self-propelled ആണ്. They are self-propelled. Okay, and straight line. They are straight line ആണ്. Straight line. Self-propelled straight line. They are not detected by radar. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നോട്ട് ഡിറ്റക്റ്റഡ് ബൈ റഡാർ. അപ്പോൾ ക്രൂസ് മിസൈൽസ് എന്തല്ല, റഡാർ ഡിറ്റക്ട് ചെയ്യത്തില്ല. റേഡിയോ റേഞ്ച് ആൻഡ് ഡിറ്റൻഷനിൽ വരുന്നതല്ല റഡാർ. ആൻഡ് ഇറ്റ് ഈസ് ഹാവ് ഹൈ പ്രിസിഷൻ കൂടുതലാണ്. ഹൈ പ്രിസിഷൻ ഉണ്ട്, അതിന് ഹൈ പ്രിസിഷൻ ആണ്, പ്രിസിഷൻ വളരെ കൂടുതലാണ്. അതുപോലെ ഇന്ത്യ ഡെവലപ്ഡ് ബ്രഹ്മോസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. അപ്പം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എന്താണ് ബ്രഹ്മോസ് ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രൂസ് മിസൈൽ ആയിട്ടുള്ള ബ്രഹ്മോസ് ഇന്ത്യ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ, the DRDO, with the help of Russia, the DRDO built a BrahMos missile, Defense Research and Development Organization. So it is a supersonic. Okay, cruise missile BrahMos is supersonic. It is a supersonic, that is more than 5 Mach in the speed. Okay, more than 5 Mach supersonic. If less than 3 Mach or 5 Mach, it is subsonic. So it can be launched. Another important thing we have to know about BrahMos is it can be launched from where? From land, air and water. It can be launched from LAW, land, air and water. ലാൻഡിൽ നിന്നും എയറിൽ നിന്നും വാട്ടറിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രഹ്മോസ് പോകാനായിട്ട്, അതായത് നമുക്ക് ബ്രഹ്മോസ് എന്ത് ചെയ്യാം, ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ദ ഇനിഷ്യൽ റേഞ്ച് ഇസ് 290 കിലോമീറ്റർ. ആദ്യം ഈ ബ്രഹ്മോസ് വരുന്ന സമയത്ത്, ഓക്കെ, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇനിഷ്യൽ ഫേസിൽ ബ്രഹ്മോസ് വരുന്ന സമയത്ത് ഇനിഷ്യൽ ഫേസിൽ അത് 290 കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ, അതിൻ്റെ റേഞ്ച് എത്രയാ? 290 കിലോമീറ്റർ. 290 കിലോമീറ്റർ ആണ് ഇനിഷ്യൽ ഫേസിൽ ബ്രഹ്മോസ്. ഓക്കെ, പക്ഷേ ആ ബ്രഹ്മോസ് പിന്നീട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഈസ് നോട്ട് പാർട്ട് ഓഫ് MTCR. വാട്ട് ഈസ് MTCR? മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം. ഇന്ത്യ പിന്നീട് റഷ്യയുടെ സഹായത്തോടുകൂടി ഇന്ത്യ MTCRന്റെ പാർട്ടായപ്പോൾ നൗ ഇറ്റ് ഈസ് 450 കിലോമീറ്റർ to 600 കിലോമീറ്റർ. അതിൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് എത്രയായിട്ട് മാറി? 450 to 600 കിലോമീറ്റർ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദർ ഇസ് എൻ എഞ്ചിൻ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ബ്രഹ്മോസ് ഇസ് കോൾഡ് റാംജെറ്റ് എഞ്ചിൻ. ഓക്കെ, റാംജെറ്റ് എഞ്ചിൻ. Okay, ramjet engine. That is, what is the peculiarity of ramjet engine which is used in BrahMos? It is air breathing without air compression. Okay, air breathing engine ആണ്. Air breathing engine ആണ് without air compression. Without air compression. Without air compression. Okay, air breathing engine without air compression. Okay, so that is it. നമ്മളത് ഈ ഇത്രയും കാര്യങ്ങൾ നമ്മളിത് ഓർത്തു വെക്കാം. It's a ramjet engine, that is air breathing without air compression ആണ്. 450 to 600 കിലോമീറ്റർ റേഞ്ചിൽ ഇപ്പോൾ വരും. കാരണം ആഫ്റ്റർ when India become a member of the MTCR, India become a member of the MTCR. India MTCRന്റെ അഥവാ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീമിന്റെ മെമ്പർ ആയതിനു ശേഷമാണ് വരുന്നത്. അപ്പം 2 types of engines that we are used in cruise missiles are, one was ramjet which we are using in BrahMos. അല്ലേ, ബ്രഹ്മോസിൽ ഉപയോഗിക്കുന്നത് സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉണ്ട്. എന്താണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ എന്ന് നോക്കാം. സോ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഇസ് എ വർക്കിംഗ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് കംപ്രഷൻ ആൻഡ് കമ്പസ്റ്റൻ. കംപ്രഷൻ പ്ലസ് കമ്പസ്റ്റനിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനാണ് ഇത് സ്ക്രാംജെറ്റ് എഞ്ചിൻ. ആൻഡ് ആൾസോ ഇറ്റ് ഈസ് ഹൈപ്പർസോണിക്. ഇറ്റ് ഈസ് ഹൈപ്പർസോണിക് ആൻഡ് ഹൈ സ്പീഡാണ്. ഹൈപ്പർസോണിക് ആണ്, അതുപോലെ ഹൈ സ്പീഡ് ദാൻ
ramjet engine. Okay, so we have to know about all these things about cruise missiles. So ഞാൻ പറഞ്ഞു എന്താണ് MTCR എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ത്യ is a part of MTCR എന്ന് നമ്മൾ പറഞ്ഞു. എന്തിനാ MTCR എന്ന് പറയുന്നത് എന്താണ്? To avoid the proliferation of missile technology. Missile technology വെറുതെ മിസ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ചെയ്യാതിരിക്കാനും അതുപോലെ പ്ലോറിഫറേഷൻ തടയാൻ വേണ്ടിയിട്ടുമാണ് ടു അവോയ്ഡ് പ്ലോറിഫറേഷൻ. അതായത് മിസൈൽ ടെക്നോളജി കൊണ്ട് ഹാംഫുൾ തിങ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് MTCR ഉള്ളത്. ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് 35 കൺട്രീസ്. ഓക്കെ, 35 കൺട്രീസ്, 35 രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് MTCR, മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു റെഗുലേഷൻ ഓഫ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് നമ്മൾക്ക് പറഞ്ഞിട്ട് അങ്ങ് അപ്പുറത്തേക്ക് പോവാം. ഓക്കെ, റെഗുലേഷൻ ഓഫ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ്. അപ്പോൾ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ പേര് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ പേര് ഓസ്ട്രേലിയൻ ഗ്രൂപ്പ് എന്നാണ്. ഓസ്ട്രേലിയൻ ഗ്രൂപ്പ്. ആൻഡ് ആൾസോ വി ഹാവ് ടു സേ അബൌട്ട് അനദർ അഗ്രിമെന്റ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദിസ് വാസ് Wassenaar arrangement. എന്താ Wassenaar arrangement? It is a greater transparency and accountability in transfer due to dual technology use. ഇപ്പോൾ ഡ്യുവൽ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ, മിസൈൽ ടെക്നോളജിയിൽ ഡ്യുവൽ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രാൻസ്പെറൻസി, കാര്യങ്ങളൊക്കെ അറിയിക്കുന്ന ട്രാൻസ്പെറൻസി വേണം. അതിന് ആ റേഞ്ചിനെ അറിയുന്നതിനാണ് നമ്മൾ Wassenaar arrangement എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് MTCR എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ വാട്ട് ഈസ് MTCR? MTCR was a regime which is formed in 1987. 1987 വരുന്നത് by G7 countries. That is Canada, France, Germany, Italy, Japan, UK and United States. അപ്പോൾ മോസ്റ്റ് എക്കണോമിക്കലി അഥവാ ഇൻഡസ്ട്രിയലി വലിയ രാജ്യങ്ങളായിട്ടുള്ള ആരൊക്കെയാണ്? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിട്ടുള്ള G7 കൺട്രീസാണ് 1987 മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം അഥവാ MTCR സ്റ്റാർട്ട് ചെയ്യുന്നത്. The MTCR seeks to limit the risk of proliferation of weapons on mass destruction by controlling export of goods and technologies that could make a contribution to delivery systems of such weapons. അപ്പോൾ ഈ വെപ്പൺസ്, ഇങ്ങനെയുള്ള മിസൈൽ ടെക്നോളജി വെപ്പൺസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യുന്നതിനകത്തൊക്കെ കൺട്രോൾ വരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ MTCR-നുണ്ട്. സോ ദ റെജീം പ്ലേസസ് പർട്ടിക്കുലർ ഫോക്കസ് ഓൺ റോക്കറ്റ്സ് ആൻഡ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് കേപ്പബിൾ ഓഫ് ഡെലിവറിംഗ് പേലോഡ് അറ്റ്ലീസ്റ്റ് 500 kg to a range of 300 km on an equipment software technology such systems. ഇപ്പം റെക്ടിഫൈ ചെയ്തേക്കുന്നതനുസരിച്ച് 500 kg അല്ലെങ്കിൽ 300 km കൂടുതൽ റേഞ്ച് ഉള്ളതൊക്കെ പറപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ച് ചെയ്യണമെങ്കിൽ MTCR-ലെ ആളായിരുന്നു. അതാണ് നമ്മൾ ഇനിഷ്യലി ബ്രഹ്മോസ് 290 km ആയിരുന്നു ഇനിഷ്യലി നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇന്ത്യ അപ്പോൾ പാർട്ടല്ലായിരുന്നു, ഇന്ത്യ ഇപ്പോൾ പാർട്ടാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ വെൻ വി ആർ മൂവിങ് ഓൺ ടു NSG മീൻസ് ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ നോക്കാം, ഇവിടെ ഒരു പ്രത്യേകത, MTCR ഒരു പ്രത്യേകത, ചൈന ഈസ് നോട്ട് പാർട്ട് ഓഫ് MTCR കേട്ടോ. ചൈന ഈസ് നോട്ട് പാർട്ട് ഓഫ് MTCR. പക്ഷേ നമ്മൾ ഇനി പറയാൻ പോകുന്ന NSGയുടെ പാർട്ടാണ്. അതിൽ ചൈന ഈസ് ആൾസോ എ പാർട്ട്. ബട്ട് NSG ഇന്ത്യ ഈസ് നോട്ട് എ പാർട്ട്. അപ്പോൾ ഇന്ത്യ മെമ്പർ ആണോ? അല്ല, നോട്ട് എ പാർട്ട് ഓഫ് NSG. ഇന്ത്യൻ ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിൻ്റെ മെമ്പർ അല്ല. അപ്പോൾ ഇറ്റ് ഈസ് എ മൾട്ടിലാറ്ററൽ എക്സ്പോർട്ട് കൺട്രോൾ റെജീം. ഇതെന്താണ് NSG അഥവാ ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? മൾട്ടിലാറ്ററൽ എക്സ്പോർട്ട് കൺട്രോൾ റെജീമാണ്. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. മൾട്ടിലാറ്ററൽ എക്സ്പോർട്ട് കൺട്രോൾ റെജീം, a group of nuclear supplier countries. It is a group of nuclear supplier countries to prevent nuclear proliferation by controlling export of material, equipment and technology, and founded after Pokhran test. This is important. Founded after Pokhran test. ഇന്ത്യ പൊക്രാൻ ടെസ്റ്റ് നടത്തിയതിനു ശേഷം ആണ് ഈ NSG തുടങ്ങുന്നത്. ഓക്കെ, പൊക്രാൻ ടെസ്റ്റ്, ഇന്ത്യ പൊക്രാൻ ടെസ്റ്റ് നടത്തിയല്ലോ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ലണ്ടൻ ഗ്രൂപ്പ്. ഈ NSG അറിയപ്പെടുന്ന മറ്റൊരു പേര് ലണ്ടൻ ഗ്രൂപ്പ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ലണ്ടൻ ഗ്രൂപ്പ്, ആ പേരൊന്ന് ഓർത്ത് നോക്കണം, ലണ്ടൻ ഗ്രൂപ്പ്. ആൻഡ് ഇറ്റ് റെഗുലേറ്റർ ഓഫ് എക്സ്പോർട്ട് ന്യൂക്ലിയർ ടെക്നോളജി. ഇന്ത്യ ഡസൻറ്റ് ഹാവ് ആക്സസ് ടു NSG. ഓക്കെ, സോ NSGയെ കുറിച്ച് നോക്കാം. is a multilateral export control regime and a group of nuclear supplier countries that seeks to prevent nuclear proliferation by controlling this mechanism.
സോ ഇന്ത്യ ന്യൂക്ലിയർ 1974 ഇന്ത്യ ന്യൂക്ലിയർ എമിഷൻ നടത്തി, ന്യൂക്ലിയർ വെപ്പൺ ആദ്യമായിട്ട് ഇന്ത്യ ഒരു ന്യൂക്ലിയർ ടൈപ്പ് ഓഫ് ടെസ്റ്റ് നടത്തിയല്ലോ പൊക്രാനിൽ. അതിനുശേഷം 1975 തുടങ്ങുന്നത്. ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി വൈ ഇന്ത്യസ് ആൻറ്റി റേഡിയേഷൻ മിസൈൽ രുദ്രം മാറ്റേഴ്സ്. ഇനി ഇന്ത്യയുടെ ഒരു ആൻറ്റി റേഡിയേഷൻ മിസൈലിനെ കുറിച്ച് ന്യൂസിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വന്നത് കൊണ്ട് നമുക്ക് ഇന്ത്യയുടെ എന്തിനെ കുറിച്ച് നോക്കണം. ഈ മിസൈൽ എന്താണ് രുദ്രം എന്ന് പറയുന്നത്? രുദ്രം 1 ഈസ് എൻ ആൻറ്റി റേഡിയേഷൻ മിസൈൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആൻറ്റി റേഡിയേഷൻ മിസൈലിൻ്റെ പേരാണ് രുദ്രം. ഇറ്റ് ഈസ് ആൻ ആൻറ്റി മിസൈൽ ദാറ്റ് ലൊക്കേറ്റ് ആൻഡ് ടാർഗറ്റ് എനി റേഡിയേഷൻ എമിറ്റിംഗ് സോഴ്സ്. ഇപ്പം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഏതൊരു സോഴ്സിനെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റും, ഓക്കെ, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. റേഡിയേഷൻ എമിറ്റിംഗ് എമിഷൻ സോഴ്സിനെ കുറിച്ച്. ഓക്കെ, സോ to detect, track and neutralize റഡാർ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. റഡാർ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലേ. റഡാർ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു, ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് എയർ ടു സർഫസ് മിസൈൽ വിത്ത് റേഞ്ച് ഓഫ് 100 to 150 കിലോമീറ്റർ. അപ്പോൾ എയർ ടു സർഫസ് മിസൈൽസ് എന്ത് ചെയ്യാൻ പറ്റും? എയർ ടു സർഫസ് മിസൈൽസും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. എയർ ടു സർഫസ് മിസൈൽസ്. ആൻഡ് ഇറ്റ് വാസ് ബൈ DRDO. ആരാണിത് തുടങ്ങിയത്? DRDO ആണ് കൊണ്ടുവന്നത്. ആൻഡ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ആൻറ്റി റേഡിയേഷൻ മിസൈൽ ഓഫ് ഇന്ത്യ. പിന്നെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ആൻറ്റി റേഡിയേഷൻ മിസൈൽ ഓഫ് ഇന്ത്യ ആണ് ഇത് രുദ്രം 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. Here we have to discuss about Defense Acquisition Council, DAC, Defense Acquisition Council. So it is headed by the Defense Minister, DM, Ministry of Defense, and policy guidelines to accept long-term procurement plans. അപ്പം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലോങ് ടേം പ്ലാൻസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഡിഫൻസുമായി ബന്ധപ്പെട്ട ലോങ് ടേം പ്ലാൻസിൻ്റെ. ഇറ്റ് വാസ് ഡെവലപ്ഡ്, ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ വാസ് ഡെവലപ്ഡ് ആഫ്റ്റർ കാർഗിൽ വാർ ഓഫ് 1999. 1999 കാർഗിൽ വാറിന് ശേഷമാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ വരുന്നത്. ഓക്കെ, ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ വരുന്നത് 1999 കാർഗിൽ വാറിന് ശേഷമാണ്. ഓക്കെ, ദാറ്റ്സ് യു ഹാവ് ടു നോ അബൌട്ട്. സോ നെക്സ്റ്റ് വാസ് അബൌട്ട് എ പ്രോഗ്രാം ദാറ്റ് ഈസ് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് ഓൺടർപ്രൈസസ് സ്കീം. എന്താണ് PM ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് സ്കീം? A centrally sponsored program with an aim to provide financial, technical and business support to മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഇൻ ദ കൺട്രി. അപ്പോൾ ഇന്ത്യയിലെ മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മൈക്രോ ഫുഡ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള ഏരിയാസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക, ബിസിനസ് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ടോട്ടൽ ഔട്ട്ലേ ഓഫ് ദ സ്കീം ഈസ് $1.3 billion spread over a span of 5 years from 2021 to 2024-25. About 2 lakh micro food processing units will be given credit linked subsidy under the scheme. Okay, next it aims to create product specified traditional industrial hubs across 75 districts of UP. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? UPയിലെ 75ഓളം ഡിസ്ട്രിക്ട്സുകളാണ്. അണ്ടർ ദ PMFME scheme the states will record to identify one product per district inspired from the UP scheme. ഓക്കെ, UP സ്കീമുമായി ബന്ധപ്പെട്ട് UP സ്കീമിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. 1 product per district. Special preference would be given to micro food enterprises following ODOP approach. And moving on to the next, recently India voted against a draft resolution at the United Nations Security Council linking to climate security. So climate security is because the resolution UNSC, United Nations Security Council, voting against that. The resolution aimed to securitization of climate. What is securitization of climate? That is, climate has to be moved from the political issues. The draft resolution was sponsored by Ireland and Niger and co-sponsored by 113 countries. It did not pass with 12 UNC members voting for it. India and Russia voting against it and China abstaining. Okay. What is securitization of climate? Securitization of climate means moving climate issues from the regular politics in the realm of security and legitimizes emergency measures like threat, defense and military. So it was that moving the climate issues from the realm of regular politics and in the realm of regular security
So such type of movement will create so many climatic issues in the world. At present, there is no forum within the UN system. They have claimed clear mandate to climate security issues. So climate security issues, if we have to move climate security issues from this political scenario, it will create problems. So the United Nations framework on Convention on Climate Change have not addressed the link between climate and conflict at their annual conferences today. So such a type of movement from climate from the regular political issues was against the ideal condition of the nature. So the UN India at the UNSC voted against this bill. You have to know about that. So next, some species which can be which is frequently in news. So there is a chance it can be asked in the prelims 2022. What's red sandals? It is a red sandalwood, had fallen back to endangered category by the IUCN Red List. So the red sandals or the red sandalwood has fallen back into the endangered category of the IUCN Red List. So the red sandals is a small tree growing up to 5 to 8 meters, and its habitat is mainly tropical dry deciduous forest. So this is very important. The main habitat of the red sandals was a tropical dry deciduous forest. Distribution a native and endemic to India. That is the point, a native and endemic to India. So it is very locally, specifically found in India and can only found in the southern parts of the Eastern Ghats, Palkonda and Sheshajalam hills of the Andhra Pradesh, and also found in Kerala, Tamil Nadu and Karnataka. So it is natively found in India and it is endemic to India. It is enlisted or it is backdropped into the endangered category of the IUCN list. So this is the issue that we can identify here. This is the issue we can identify here because it is drawn back into the IUCN list. Another thing we have to be know about that it is found in tropical deciduous dry deciduous forest. It is found in the Eastern Ghats, found in the Palkonda ranges, found in the Sheshajalam hill, and found in Kerala, Tamil Nadu, and Karnataka. So it has high demand in the East Asian countries for timber, for carvings, furniture, poles and house pots. In addition, the timber is also exploited for the extraction of sandalin, red pigment, uses dye or colorant for food, medicine and cosmetics. So in wide type of uses, but human beings are mostly extracting this type of red sandalwood. It creates its endangered category in the IUCN list. So many problems which are threatened to this red sandalwood. So moving on to the food whale shark. That is 15-meter food whale shark by Andhra Pradesh Forest Department. They made a rescue mission. It is the main important thing. So what is it? A whale shark or a ring coordinate types of largest shark family. It is mainly found in the western coast and caught killed by for liver oil and fins. The conservation status is endangered. According to the Wildlife Protection Act of 1922, it is Schedule 1 and CITES. It is Appendix 2. So it is a native of India. That is the importance here. Water hyacinth is posing a threat to cage fish farming. Water hyacinth means a type of aquatic plant that is native to the Amazon basins are found recently in India. That is it creating problem for the cage fish farming. That is, it is often highly problematic invasive species found in the native. So UPSC will ask some about the invasive species about India. So it is very important. Invasive species are mainly threat to the ecosystem. So which are threat to the ecosystem? Which are here also a problem to the cage fish farming. It is also known as terror of Bengal, German weed in Bangladesh, and Florida devil in South Africa, and Japanese trouble in Sri Lanka. So it is known by various names in various regions. Terror in Bengal, terror of Bengal, German weed in Bangladesh, Florida devil in South Africa, and Japanese trouble in Sri Lanka. Its habitat is native to tropical and subtropical South America. Mainly it is found in South America, that is in the Amazon ranges. The water hyacinth is found. It is a body of invasive weed draining oxygen from the water bodies and resulted in the devastation of fish stock. This is the major issue. Okay, next we have to know about flavonoids. What is flavonoids? So flavonoids are the phytonutrients which are found in fruits and vegetables. Okay, fruits and vegetables, which is mainly in use due to the corona attacks. Okay, they are antioxidants. Okay, they are antioxidants which can be used for the prevention of diseases. Okay, diseases prevention of diseases. They protect heart, liver and kidney. So flavonoids is very important. So now they are used as artificial flavonoids.
So we here are using the term flavonoids. What is flavonoids? They are phytonutrients. Okay, flavonoids are phytonutrients, and where did we get flavonoids? They can be get from fruits and vegetables. Okay, so what are flavonoids? They are antioxidants. How can be used? It can be used for the prevention of diseases, and so how it is protected, which is protecting the heart, liver, and kidneys. Okay, so here we have to know about phytonutrients are also known as vitamins. The term vitamins, which are developed by Casimir Funk. The term developed by Casimir Funk, vitamins can be divided into two types. So such type of vitamins which are soluble in fat and which some are soluble in water. So we can divide that vitamins A, D, and E and K are fat soluble vitamins. Some vitamins consist of the B complex vitamin and such another type of called the vitamin C. They are water soluble. So what is A? Vitamin A is also known as keratin, is used for the eye. Okay, it is more suitable for the functioning of eye. And the D, vitamin D, which is also known as calciferol in its chemical name, it is used for, or it is suitable, it is mainly enabled for the bones and teeth. Bones and teeth, because it builds up calcium in the body. And E, which is known as tocopherol, which is used for a reproduction vitamin, because it is used for anti-sterility, and E is also known as beauty vitamin. Okay, it is used for such type of things. And the K, which is also known as phylloquinone, is used for the clotting of blood. Okay, clotting of blood. So this type of vitamins that we can use. And A, there we can see loss of vision, deficiency of A causes loss of vision. B, we can see B, in B complex there is B1, B2, B3, B4, B5, B9, B12. Okay, these are the B complexes. So B1 is very important. Deficiency of B1 causes beriberi disease. Beriberi diseases are mainly found in persons who are alcoholic. Okay, so what is C? C is called ascorbic acid, or C, which is a type of disease caused due to the deficiency of C was scurvy. Okay, a disease caused due to the deficiency of D was rickets. Okay, so scurvy. So C can be also used for C is enabled for immunity of the body. Okay, immunity of the body. C can be get from some type of citric fruits. We eat citric fruits, we get vitamin C. And there is called B9 and B12. So B9 is folic acid, which is helpful in the increasing of hemoglobin in the body, and B12 is a type of which influencing the cobalt. So cobalt content in the body can be increased through vitamin B12. Okay, vitamin B12. Okay, that's all about vitamins. And moving on to the National Mission for Transformative Mobility of Battery Storage. So here we have a thing called solid state batteries. So what are solid state batteries? They are solid electrodes and solid electrolytes instead of liquid polymer gel. So liquid polymer gel ഉപയോഗിക്കാതെ solid electrodes and solid electrolytes ഉപയോഗിക്കുന്നു. Solid electrolytes ഉപയോഗിക്കുന്നതാണ് എന്ത്? Solid state batteries. Okay, what are the benefits of that? എന്താണ് അതിന്റെ benefits? Excellent thermal stability. What are the benefits of that? What are the benefits of solid state batteries? What are the benefits of അതാണ് benefits നമ്മൾ പഠിക്കണം. What are the benefits of solid state batteries? Excellent thermal stability. Okay, less self discharge, and high energy density and high capacity
and more charging cycles. More charging cycles. So these are the major benefits of solid state batteries. Excellent thermal stability, less self discharge, high energy density, high capacity, more charging cycles. Okay, so here we are discussed about the national mission on transformative mobility. So to promote clean, connected and sustainable mobility initiative, there should be a sustainable initiative for the transformation of EVs, that is electronic vehicles. So electronic vehicles in the transformation വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫേസ്ഡ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയതാണ് നാഷണൽ മിഷൻ ഓൺ ട്രാൻസ്ഫോർമേറ്റീവ് മൊബിലിറ്റി ആൻഡ് ബാറ്ററി സ്റ്റോറേജ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററീസ്, ഇസ് ലിഥിയം അയൺ ബാറ്ററീസ് ആൾസോ. ഓക്കെ, so moving on to the norms generating for semiconductor, we have some type of semiconductor initiative, design linked semiconductor initiative. That is design linked semiconductor initiative announced by the Ministry of Design. Here we have to discuss about DLOS, that is design linked incentive scheme. Design linked incentive scheme by Ministry of Electronics and Information Technology. Ministry of Electronics and Information Technology. Ministry of Electronics and Information Technology. Financial assistance to domestic countries, startups and MSMEs across various stages for development deployment of semiconductor. എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം? സെമി കണ്ടക്ടർ ഡെവലപ്പ് ചെയ്യുക. സെമി കണ്ടക്ടർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. സെമി കണ്ടക്ടർ ഡെവലപ്പ് ചെയ്യുക എന്തിൻ്റെയാണ്? അതിന് വേണ്ടിയിട്ട് സെമി കണ്ടക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വിൽ ബി പ്രൊവൈഡഡ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ടു what? Domestic companies, startups, അതുപോലെ MSMEs, okay, startups, MSMEs here. So ഇങ്ങനെ ഓരോരുത്തർക്കും എന്ത് കൊടുക്കുകയാണ്? ഓരോ സ്കീമുകൾ, ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഡൊമസ്റ്റിക് കമ്പനീസിന്, financial assistance for domestic companies, startups and MSMEs for the development of semiconductor. So the scheme, the nodal agency for this scheme was, this design linked incentive scheme was CDAC. അതാണ് CDAC ആണ്, that is Center for Development of Advanced Computing. So this program was for 5 years കേട്ടോ. ഒരു വർഷമുണ്ട്, ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് 5 years ആണ് ഇതിൻ്റെ പ്രോഗ്രാം. Yes, 5 years. Okay, so that's all about the current affairs session. So this is the last episode of the current affairs session. അപ്പോൾ നമ്മൾ 10 എപ്പിസോഡ് ആയിട്ട് ധാരാളം മൾട്ടിപ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ദിസ് വിൽ ബി ആസ്ക്ഡ് ഇൻ ദ 2022 പ്രിലിംസ്. ഓക്കെ, സോ കാണുന്ന ഈ ഒരു ക്ലാസ് തുടർച്ചയായിട്ട് കണ്ട എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ആൾ അബൌട്ട് the current affairs session. We are winding up. Thank you.